ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. പണ്ട് ഒരു മരത്തിൽ ഒരിലയുണ്ടായിരുന്നു. ഒരിലയല്ല, ഒരുപാട് ഇലകൾ. എന്നാൽ ആ ഒരിലയിൽ വന്ന് കാറ്റ് ഭീഷണി സ്വരത്തിൽ പറഞ്ഞു, ഒരിക്കൽ കൊടുങ്കാറ്റായി ഞാൻ നിന്റെ മേൽ വീശും, അന്നു നീ താഴെ വീഴും. ഇതു കേട്ട് ഇല വിറയ്ക്കുവാൻ തുടങ്ങി. ഇല ഈ കാര്യം കൊമ്പുകളോട് പറഞ്ഞു. കൊമ്പ് മരത്തോട് പറഞ്ഞു. മരം പറഞ്ഞു, നിങ്ങൾ ഇലയോട് പറയുക, പേടിക്കരുത്, ഉറച്ചു നിൽക്കുക. കാറ്റ് ശക്തമായി അടിക്കുമ്പോൾ എന്നിൽ തന്നെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നീ താഴെ വീഴില്ല. കൊമ്പ് ഈ കാര്യം ഇലയോട് പറഞ്ഞു. ഇല പറഞ്ഞു, എന്തു കാറ്റടിച്ചാലും ഞാൻ നിന്നോട് തന്നെ ചേർന്ന് നിൽക്കും, ഞാൻ ഒരിക്കലും താഴെ വീഴില്ല. മാസങ്ങൾ കഴിഞ്ഞു. ഈ ഇല ഒരേ രൂപത്തിൽ, ഒരേ നിറത്തിൽ വളരെ നാളുകൾ വിശ്വസ്തയോടെ ശിഖരത്തോട് ചേർന്ന് നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് കാലാവസ്ഥ മാറുവാൻ തുടങ്ങി. അടുത്തു നിന്ന ഇലകളുടെ നിറങ്ങൾ മാറുവാൻ തുടങ്ങി. മഞ്ഞ നിറം, ചുവപ്പ് നിറം, നല്ല നല്ല നിറങ്ങൾ. എന്നും ഒരേ നിറമായിരുന്ന ഈ ഇലയ്ക്കും ആഗ്രഹം തോന്നി, എനിക്കും നിറം മാറണം. അടുത്തു നിന്ന ഇലകളോട് ചോദിച്ചു, എന്തിനാണ് നാം നിറം മാറുന്നത്? ആ ഇലകൾ പറഞ്ഞു, നാം പറക്കുവാൻ തയ്യാറെടുക്കുകയാണ്. പറക്കണമെങ്കിൽ പുതിയ വസ്ത്രം വേണം, പുതിയ നിറം വേണം. ഈ പച്ച നിറത്തിൽ നിന്നാൽ നിനക്ക് പറക്കുവാൻ കഴിയില്ല. ദൂരെ ദൂരെ പറക്കണമെങ്കിൽ ആദ്യം ചുവപ്പ് നിറം, പിന്നെ മഞ്ഞ നിറം വേണം. ഈ ഇലയും പുതിയ നിറത്തെ സ്വീകരിക്കുവാൻ സ്വയം സമർപ്പിച്ചു കൊടുത്തു. അതിനുശേഷം ചുവപ്പ് നിറം സ്വീകരിച്ചു, പിന്നെ മഞ്ഞ നിറം. അങ്ങനെ ഇല പറക്കുവാനായി നിൽക്കുമ്പോൾ നേരത്തെ വീശിയ കാറ്റ് ശക്തിയോടെ വന്ന് ഇലയെ അടിക്കുവാൻ തുടങ്ങി. കാറ്റ് ഇലയോട് പറഞ്ഞു, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എനിക്കിന്ന് ശക്തി കൂടുതലാണ്, എന്നാൽ നിനക്ക് ശക്തി കുറവും. നിനക്ക് നിറമുണ്ട്, പക്ഷേ ബലമില്ല. ഇല പറഞ്ഞു, ശരിയായിരിക്കാം, പക്ഷേ ഞാൻ പറക്കുവാനായി നിൽക്കുകയാണ്. കാറ്റ് ശക്തമായി ഇലയെ അടിച്ചു. ഇല മെല്ലെ മെല്ലെ താഴേക്ക് വീഴുവാൻ തുടങ്ങി. ആദ്യമായി ഇല പറക്കുകയാണ്. എന്നാൽ ആ പറക്കൽ അധിക നേരം നീണ്ടു നിന്നില്ല. 5-10 സെക്കൻഡുകൾക്കകം ഇല മണ്ണിൽ വന്ന് പതിച്ചു. ഇലയ്ക്ക് മനസ്സിലായി, ഇനി തിരികെ പറക്കുവാൻ കഴിയില്ലെന്ന്. ചുറ്റും നോക്കിയപ്പോൾ തനിക്ക് മുമ്പ് പറക്കുവാൻ ആഗ്രഹിച്ചവരെല്ലാം നിലത്തു വീണ് ചീഞ്ഞളിഞ്ഞു കിടക്കുന്നു. ആ ഇല ജീർണിക്കുവാൻ തുടങ്ങി. ക്രിസ്തുവിൽ വളരുക എന്നതാണ് നമ്മുടെ പ്രവൃത്തി. ഈ ഭൂമിയിലെ സകല വാഗ്ദാനങ്ങളും ഇലയ്ക്ക് നിറം വച്ചതുപോലെയാണ്. ദൈവമില്ലാത്ത ജീവിതം നാശത്തിലേക്ക് മാത്രമേ ഒരുവനെ എത്തിക്കൂ. സങ്കീർത്തനം 1:3. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.